അഭിഷേകം മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായ ദൈവവചനം ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാമത്തെ വചനം. ആത്മാവിന്റെ നടത്തിപ്പും ആത്മാവിന്റെ ഫലവും. ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിറവേറ്റുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. നമ്മുടെ നടപ്പ് ആത്മാവിനെ അനുസരിച്ചാകണം. ഫിലിപ്പോസ് എന്ന മനുഷ്യൻ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിന്റെ അടുക്കൽ വന്ന് ഫിലിപ്പോസിനോട് പറയുകയാണ്, ഗസയിലേക്ക് നീ പോകണം. ആത്മാവിലുള്ള ഒരു പ്രേരണയാണ്. അപ്പോൾ ഫിലിപ്പോസ് ആരോടും അനുവാദമൊന്നും ചോദിച്ചില്ല. അവനോട് പറഞ്ഞത്, അവന്റെ അകത്തു വസിക്കുന്ന, അവന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ് അവനോട് പറഞ്ഞത്, നീ പോകണം. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അവനോട് പറഞ്ഞില്ല, പോകാനാ പറഞ്ഞത്. ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിറവേറ്റുകയില്ല. എന്നാൽ ഇവിടെ ജഡത്തിന്റെ മോഹം നിറവേറ്റാനല്ല കർത്താവ് കൊണ്ടുപോകുന്നത്, ആത്മാവിന്റെ പ്രവൃത്തി നടത്തുവാനാണ്. അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ദേവാലയത്തിൽ ആരാധന കഴിഞ്ഞു മടങ്ങി വരുന്ന ഒരു മനുഷ്യൻ, അതോ മന്ത്രിയായ മനുഷ്യൻ, ദേവാലയത്തിന്റെ ആരാധനയും ശുശ്രൂഷയും കഴിഞ്ഞു മടങ്ങി വരുന്ന മനുഷ്യന് അവിടെ നിന്ന് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ വേദപുസ്തകമൊക്കെ വാങ്ങി ആരാധനയ്ക്ക് വേണ്ടി രഥത്തിൽ കയറി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് അവൻ വചനം വായിച്ച് കടന്നു വരുന്ന ആ സമയം. ഫിലിപ്പോസിനോട് ആ രഥത്തോട് ചേർന്ന് നടക്കാൻ പറയുന്നു. രഥത്തോട് ചേർന്ന് നടക്കുമ്പോൾ ദൈവം ഫിലിപ്പോസിലൂടെ പ്രവർത്തിക്കുകയും ഷണ്ടന് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ഇടവരുന്നു. പ്രിയമുള്ളവരെ, വചനം ആത്മാവിൽ വ്യാഖ്യാനിക്കപ്പെടണം, അല്ലെങ്കിൽ മർമ്മങ്ങളെ തിരിച്ചു തരണം. ദൈവവചനത്തിന്റെ മർമ്മം നമ്മുടെ ഹൃദയത്തിന്റെ കെട്ടുകൾ അഴിക്കും, രോഗത്തിന്റെ ബന്ധനങ്ങൾ മാറ്റും, ജീവിതത്തിന്റെ ദുഃഖങ്ങൾ മാറ്റും. ആത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങിയാലോ നമ്മൾ ഒരു ആത്മീയ മനുഷ്യനായി മാറും. നമുക്ക് ലോകത്തിൻ്റെതായ ഒരു ചിന്തയും കടന്നു വരികയില്ല. നമുക്ക് സ്വർഗത്തിൻ്റെതായ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ദൈവം പ്രേരണ തരികയാണ്. ദൈവം ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് ശക്തമായി നിങ്ങളോട് ഇടപെടുകയാണ്. ഇന്ന് മുതൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. മനുഷ്യന്റെ വാക്ക് കേട്ട് നടക്കരുത്, മനുഷ്യന്റെ ഏതെങ്കിലും ആലോചന പ്രകാരം നടക്കരുത്. ആത്മാവ് എൻ്റെ കാതുകളിൽ വന്ന് സംസാരിക്കണം. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ഈ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കട്ടെ. യേശു മഹത്വം എടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.